നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും അകറ്റി നിർത്താനും വെട്ടിനിരത്താനും ശ്രമം നടക്കുന്നുണ്ടോ? എങ്കിൽ അതിൻ്റെ പിന്നിൽ ആരുടെ കറുത്ത കരങ്ങളായിരിക്കും? സംശയിക്കേണ്ട, വി.ഡി. സതീശൻ വിഭാഗത്തിൻ്റെ തന്നെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം കൂടി ഉണ്ടായതോടെ തനിക്കിനി കാര്യമായ പിന്തുണ പാർട്ടിക്കുള്ളിൽ ലഭിക്കില്ലെന്നുറപ്പിച്ചാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോഴിതാ പരസ്യമായി വിമത ശബ്ദമുയർത്താൻ രംഗത്തെത്തിയത്. ഗ്രൂപ്പിലെ കോൺഗ്രസ് എന്നൊക്കെ വെറും വാക്കാണെന്ന് ഓരോ ദിവസവും അങ്ങനെ വ്യക്തമാകുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രകടനത്തിലെ അതൃപ്തി ചാണ്ടി ഉമ്മൻ ഇതാ പരസ്യമാക്കിയിരിക്കുന്നു. എല്ലാവർക്കും ചുമതലകൾ നൽകി തനിക്ക് ചുമതല തന്നില്ല പാലക്കാട് എന്നാണ് ചാണ്ടി ഉമ്മന്റെ പരാതി. വി.ഡി. സതീശനെതിരെയാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനുള്ള പിന്തുണയും ചാണ്ടി ഉമ്മൻ പ്രഖ്യാപിക്കുന്നു. കെ. സുധാകരനെ മാറ്റേണ്ട ഒരു കാര്യവുമില്ലെന്നും ചർച്ച പോലും വേണ്ടെന്നുമാണ് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത്. പക്ഷേ ചാണ്ടി ഉമ്മനിൽ മാത്രം തീരുന്നതല്ല കോൺഗ്രസിലെ പ്രശ്നങ്ങൾ. കെ. മുരളീധരനും ശശി തരൂരും പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് പിന്നാലെ ചാണ്ടി ഉമ്മനെ പോലുള്ള യുവ നേതാക്കളും സുധാകരനെ പിന്തുണയുമായി രംഗത്തെത്തി. ഇതോടെ കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റുകയെന്ന കാര്യം ചർച്ച പോലും വേണ്ട എന്ന് അപ്രായോഗികമാണെന്ന് തീരുമാനമായി കഴിഞ്ഞു. വി.ഡി. സതീശനെതിരെയുള്ള നീക്കങ്ങൾക്ക് കോൺഗ്രസിനുള്ളിൽ ശക്തി പ്രാപിക്കുന്നതും കെ. സുധാകരന് പിന്തുണ കൂടി വരുന്നതുമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയ സാഹചര്യം. പുറമേ ശാന്തമാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ പുകയുന്നതൊരു വലിയ അഗ്നിപർവ്വതമാണ്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. കോൺഗ്രസിൽ ഇത്തരം പ്രശ്നങ്ങൾ പതിവാണെങ്കിലും ഇപ്പോഴത്തെ നേതൃത്വം അതൊക്കെ ശക്തമായി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി പല കോണുകളിലും വിമത ശബ്ദം ഉയർന്ന് ഇപ്പോൾ അത് ഉച്ചഭാഷണി വെച്ച് മൈക്ക് വെച്ച് വിളിക്കേണ്ട അവസ്ഥയിലാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയങ്ങൾക്ക് പിന്നാലെ തന്നെ കോൺഗ്രസിനുള്ളിൽ പടപുറപ്പാട് തുടങ്ങിയിരുന്നു. അത് കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ. സുധാകരനെ നീക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ കണ്ണൂരിൽ സീറ്റ് നൽകി മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. അങ്ങനെ താൽക്കാലികമായി തൻ്റെ കസേരയിൽ കയറുന്ന എം.എം.എസിനെ മാറ്റി നിർത്തി കെ.പി.സി.സി കസേരയിലേക്ക് സുധാകരൻ തിരിച്ചെത്തി. തെല്ലൊന്നുമല്ല തൻ്റെ കസേര തിരിച്ചുകിട്ടാൻ സുധാകരനെ പണിയെടുക്കേണ്ടി വന്നത്. ഹൈക്കമാൻഡിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാണ് കെ. സുധാകരൻ തൻ്റെ അധ്യക്ഷ കസേര ഉറപ്പിച്ചത്. എന്നിട്ട് സ്വന്തം നിലയ്ക്ക് ചുമതലയേറ്റു. അന്നു മുതൽ സുധാകരനെ വീണ്ടും പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു സുധാകരൻ വിരുദ്ധ ചേരി. എടുത്തു പറഞ്ഞാൽ വി.ഡി. സതീശൻ പക്ഷം. ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പങ്കെടുക്കാത്തൊരു കെ.പി.സി.സി യോഗത്തിൽ, അത് രാത്രി ചേർന്നതാണ്. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കടുത്ത വിമർശനം ഉയർത്തി സതീശൻ വിരുദ്ധർ ഒരു ശ്രമം കൂടി നടത്തി നോക്കി. ഇതിൽ സതീശൻ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമീപിച്ചതോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലൊരു സമിതിയെ രൂപീകരിച്ചു. പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല. ഇതിനിടെ പല ഘട്ടങ്ങളിലായി സതീശനും സുധാകരനും തമ്മിൽ അസ്വസ്ഥതകൾ വ്യക്തമാക്കുന്ന സംഭവങ്ങളുമുണ്ടായി. തൃശ്ശൂരിലെ വമ്പൻ തോൽവിയോടെ കെ. മുരളീധരനും തരം കിട്ടുമ്പോഴൊക്കെ നേതൃത്വത്തെ അടിച്ച് ആക്ഷേപിക്കുന്ന നിലപാടുമെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുനഃസംഘടന ചർച്ച തുടങ്ങിയ മുതൽ തന്നെ കെ. സുധാകരൻ ലക്ഷ്യമിട്ട് ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സുധാകരന്റെ നേതൃമാറ്റത്തിന് വേണ്ടി ഇവർ പറയുന്ന കാരണങ്ങൾ സുധാകരന്റെ അനാരോഗ്യവും പ്രായക്കൂടുതലുമാണ്. ചെറുപ്പക്കാർ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന ആവശ്യമാണ്. പക്ഷേ സുധാകരനും യുവ കോൺഗ്രസ് നേതാക്കളും ഇതിനെ നേരിടാൻ ശക്തമായി രംഗത്തുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഉയർത്തുന്ന വിമത ശബ്ദങ്ങളും. ചെറുപ്പക്കാരുടെ ശക്തമായി നേരിടേണ്ടെന്ന് അഭിമാനിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് വലിയ അടി തന്നെയാണിത്. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ അവഗണിക്കുകയാണ് എന്ന തരത്തിലായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ പെരുമാറ്റവും. ഉമ്മൻചാണ്ടി വളർത്തിയെടുത്ത് കോൺഗ്രസിലെ എ ഗ്രൂപ്പിനെ അപ്പാടെ ഇല്ലാതാക്കുന്ന ശ്രമങ്ങളും ഇവർ നടത്തിയെന്നാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഷാഫി പറമ്പിൽ ഒഴിഞ്ഞപ്പോൾ തന്നെ ചാണ്ടി ഉമ്മൻ ആ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. ചാണ്ടി ഉമ്മനെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു ചർച്ചയ്ക്ക് പോലും നേതൃത്വം ചാണ്ടി ഉമ്മനെ വിളിച്ചതുമില്ല. ഉമ്മൻചാണ്ടിയുടെ ജീവിക്കുന്ന സ്മാരകമായ ചാണ്ടി ഉമ്മനെ അവഗണിക്കരുത് എന്ന് നേതൃത്വത്തോട് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പും ആവശ്യപ്പെടുന്നു. ഉമ്മൻചാണ്ടി ആദരിക്കുന്ന ലക്ഷക്കണക്കിന് കേരളീയരുടെ സ്നേഹപ്രതീകം തന്നെയാണ് ചാണ്ടി ഉമ്മനെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. ഉമ്മൻചാണ്ടിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ചാണ്ടി ഉമ്മനോട് മമത കാട്ടാത്തതും പരാതിക്കിടയാക്കിയിരുന്നു. പുനഃസംഘടനാ ചർച്ചകൾ കൂടുതൽ സജീവമാകുമ്പോൾ കോൺഗ്രസിനുള്ളിലെ വിമത ശബ്ദങ്ങൾ കൂടുതൽ കടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ആ പുകയുന്ന അഗ്നിപർവ്വതത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ.